ദേ വരുന്നുണ്ട്. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ദേ എന്നെ കണ്ടിട്ട് ഒരു കാര്യമില്ല. ഇവളുടെ കാരണത്താണ് നിന്റെ അമ്മ തല്ലിയത്. ഗാർഹിക പീഡനം, ജാമ്യം കിട്ടത്തില്ല, മിക്കവാറും റിമാൻഡിലും ആകും. നിങ്ങളൊരു അച്ഛനാണോ എന്നൊക്കെ ചോദിച്ച ഞാനൊരു അച്ഛനായതുകൊണ്ടാണല്ലോ നീ എന്റെ മോളായത്. എന്തിനാ ഞങ്ങളെയൊക്കെ ഇങ്ങനെ ജനിപ്പിച്ചത്? സത്യം പറയാലോടി, ഇത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമാണ്. നിന്നെ പോലെ യാതൊരു പ്രയോജനമില്ലാത്ത മക്കളൊക്കെ ഒരു അച്ഛൻ എന്തിനാ? നയനെ, എന്റെ അച്ഛൻ കുരുട്ടുബുദ്ധി ഒരുപാടുള്ള കൂട്ടത്തിലാ. എന്റെ അമ്മയെ തളയ്ക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട മാർഗവും സ്വീകരിക്കും നിന്റെ അമ്മായി അച്ഛൻ. ദയവ് ചെയ്ത് വേണ്ടാത്ത ഉപദേശങ്ങൾ കേട്ടിട്ട് എന്റെ അമ്മയെ കോടതി കയറ്റരുത്. ജയിലിലേക്ക് പറഞ്ഞു വിടാതെ ഈ കേസ് പിൻവലിക്കണം. എന്റെ കാരണത്ത് ഇതുവരെ ആരും തല്ലിയിട്ടില്ല, എന്റെ അച്ഛനും അമ്മയും പോലും. നീ തല്ലി ഇരന്നു വാങ്ങിയതല്ലേ? നിന്റെ പുന്നാര അമ്മയുടെ കൈ ധരിക്കുമ്പോ തല്ലുവെന്ന് ഇവൾക്ക് പറഞ്ഞു കൊടുത്തത് ഞാനാ. സ്ത്രീകളാവുമ്പോ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ പഠിക്കണോടി, ഇല്ലെങ്കിൽ സർവനാശത്തിലേക്ക് നയിക്കൂ. അത് രചനയുടെ അമ്മ മരിക്കാൻ കാരണം നിങ്ങളാ. അത് വേണമെങ്കിൽ അവൾക്ക് കുത്തിപ്പൊക്കാവുന്നതേ ഉള്ളൂ. എന്റെ അമ്മയ്ക്ക് നിങ്ങളൊക്കെ കാരണം വേദനിക്കേണ്ടി വന്ന, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ ജയിലിൽ പോയി കാണേണ്ടി വന്ന, ഇവൾക്കല്ല നിങ്ങൾക്കായിരിക്കും അതുകൊണ്ട് ദോഷം ഉണ്ടാവാൻ പോകുന്നത്. എന്റെ പൊന്നു മോളെ, എന്നോ എപ്പോഴോ ഏതോ ഒരുത്തി ആത്മഹത്യ ചെയ്തു. അതിന്റെ കാരണം ഞാനാണെന്ന് ആരാടി നിന്നോട് പറഞ്ഞത്? അതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവാണ് അവരുടെ മകൾ. പിന്നെ മകള് അവളുടെ അമ്മയല്ലേ? അവരെ കണ്ടടം നിരങ്ങി നടന്നു കാണും. എന്നിട്ട് പാവപ്പെട്ട ഈ അച്ഛനെ പ്രതിയാക്കുക. അത് കോടതി തീരുമാനിക്കട്ടെ. മോളെ, എന്നെ എല്ലാവരുടെയും മുന്നിലിട്ട് ക്രോസ് വിസ്താരം നടത്തി എന്റെ മക്കളെ എനിക്കെതിരെ തിരിക്കുകയായിരുന്നു എന്റെ സഹധർമ്മിയുടെ ലക്ഷ്യം. എന്നാലേ അതങ്ങ് പാളിപ്പോയി. എടേ, നീയൊക്കെ ജനിച്ചതിന് ശേഷം, നിനക്കൊക്കെ ഓർമ്മ വച്ചതിന് ശേഷം എന്നും ഒരു കോമാളിയാക്കാനാണ് നിന്റെ അമ്മ ശ്രമിച്ചിട്ടുള്ളത്. അതിന് കിട്ടുന്ന ഒരവസരം പോലും അവള് പാഴാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരം വരുമ്പോ ഞാനും അത് മുതലാക്കും. അവൾ ഇനി വില്ലേജ് ഓഫീസറായിട്ട് തുടരണ്ട. അതിനുള്ള യോഗ്യത അവൾക്കില്ലടി. ജയലാലിന്റെ അമ്മയെ പോലെ ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീയാണ് നിന്റെ അമ്മയും. ഞാനൊരു ജയിൽ പുള്ളിയാണെന്ന് അവക്കൊരു ഭാവം ഉണ്ടായിരുന്നു. ഇപ്പോ അവളും ജയിലിലേക്ക് പോവാൻ പോവാ. അവിടെ പോയി ഇനി അവളെ എനിക്കൊന്ന് കാണണം. അതിന് മുന്നോടിയായിട്ട് ഒരു കേക്കെങ്കിലും മുറിച്ചില്ലെങ്കിൽ ശരിയാവോ കാർത്തി? ഒരിക്കലും ശരിയാവില്ല. ആ ബുള്ളറ്റ് ജഗനെ എനിക്ക് പേടി. അവനിനി വക്കീലിനെയും മരുമോനെയും കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം ജഗൻ മാറ്റത്തിന്റെ ഒരു പാതയില്ല. അവൻ ശബരിമലയിലൊക്കെ പോയി ഗുണ്ടായുസ് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തില്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോ അവന്റെ കൂട്ടുകാരൻ കറണ്ട് സുനില് എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. ഈ കുടുംബവുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്നൊക്കെ പറഞ്ഞു. ഞാനത് മുഖവിലേക്ക് എടുത്തിട്ടൊന്നുമില്ല. അപ്പൊ തന്നെ എന്നെ വിളിക്കാത്തത് എന്താ? ഞാൻ പറഞ്ഞെത്തിയനല്ലോ. എന്റെ മോളെ കാർത്തി കല്യാണം കഴിക്കണ്ടെന്ന് പറയാൻ അവനാരാ? ഇവിടെ ഒരാൾക്ക് ബുള്ളറ്റ് ജഗനെന്ന് കേട്ടാലേ അപ്പോഴേ എല്ലാം കഴിയും. എടോ, താൻ പേടിക്കണ്ടോ പ്രേമ? അവൻ ഗുണ്ടായുസ് അവസാനിപ്പിച്ചു കഴിഞ്ഞ അതോടെ അവന്റെ കാര്യം പോക്ക. അവനെ വെട്ടിക്കണ്ടിച്ചിടാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാത്തു നിൽക്ക്, ഞാനും എന്റെ അച്ഛനും ഉൾപ്പെടെ. വെട്ടിക്കൊല്ലണം മോനെ. നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നവനെ ഒക്കെ കൊന്നുകളയണം. അതത്ര നിസ്സാരമല്ല അമ്മായി. നിനക്കാ നിസ്സാരമല്ലാത്തത്. ഞാനും കാർത്തിയൊക്കെ അത്യാവശ്യം ജയിലിലൊക്കെ കിടന്ന് ഇതുപോലുള്ള ആൾക്കാരെ കാണുകയും ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കേട്ടോ കാർത്തി, ഞാൻ ജയിലിൽ കിടക്കുമ്പോഴേ മോഷണ കേസിലും കൊലപാതക കേസിലും ഒക്കെ പെട്ട ഒരുപാട് പെണ്ണുങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഒറ്റ ഒരെണ്ണം എന്നെ തൊട്ട് കളിച്ചിട്ടില്ല. എന്റെ കാര്യം അങ്ങനെ തന്നെ അമ്മേ. പിന്നെ ഇടയ്ക്ക് ഞാൻ ജയിലിൽ കിടന്നപ്പോ അവൻ അവിടെ വന്നു, ആ ബുള്ളറ്റ് ജഗൻ. അന്ന് മാത്രം എന്റെ ശരീരം ഒന്ന് ചതഞ്ഞത്. അവനെ പുകഴ്ത്തി പറയുന്നൊന്നുമല്ല. ഇന്നുവരെ ഏറ്റുമുട്ടിയവരിൽ ഏറ്റവും കരുത്തനായ ഒരുത്തനവൻ. ഒറ്റയ്ക്ക് നിന്നൊരു 10-20 വരെ തല്ലി ഒതുക്കും. കയ്യും കാലും ഒക്കെ ഇരുമ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ആ അതുകൊണ്ട് തന്നെയാ ഇങ്ങേരവനെ ഇത്രയും ഭയക്കുന്നത്. ഭയക്കാതിരിക്കാൻ പറ്റില്ല ഹേമേ. ആ നാട്ടിലെ ദാദാമാരാ കാർത്തിയും കാർത്തിയുടെ അച്ഛനും ഒക്കെ.
ഇവര് പോലും അവനെ പേടിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കരുത്ത് അത്രത്തോളം ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. അയ്യോ, ശത്രുക്കളെ പുകഴ്ത്തിയിട്ടേ ഭയന്ന് മാണത്തിൽ ഒളിക്കുന്നതല്ലടാ ആണുങ്ങളുടെ ശീലം. നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്യുന്നതാ. അതമ്മ പറഞ്ഞത് 100% സത്യം. അതുകൊണ്ട് തന്നെയാ അവന്റെ ഭീഷണി ഉണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുന്നത്. താൻ നോക്കിക്കോ പ്രേമ, എന്നെങ്കിലും ഒരു ദിവസം അവന്റെ മരണവാർത്ത കേട്ടാൽ കൊലയാളിയെ തേടി എവിടെയും പോകേണ്ട കാര്യമില്ല. അത് ഞാനും എന്റെ ആൾക്കാരുമായിരിക്കും. ഒരിക്കൽ കിട്ടിയ സുവർണാവസരം തുലച്ചതിന്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. ഇനിയിപ്പോ 10-40 കിലോമീറ്റർ യാത്ര ചെയ്ത് ലോക്കപ്പിൽ ചെന്ന് കിടക്കുന്നവളെ കാണാനുള്ള സമയമില്ല. അല്ലെങ്കിൽ ഞാനും കാർത്തിയോടൊപ്പം വന്നേനെ. അവളെ അത് ഏത് അർദ്ധരാത്രിയിലും ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്റെ അമ്മ ജയിൽ പുള്ളി ആയതില് ഒരുപാട് സന്തോഷിച്ചവരാ പലരും. എന്നാ കേട്ടോ, നാളെ അവളുടെ അമ്മയും ജയിൽ പുള്ളിയാ. ഇപ്പോഴുണ്ടായ പേരുദോഷത്തിന്റെ കൂടെ അങ്ങനെ ഒരു പേരുദോഷം കൂടി ഏട്ടന്റെ മുൻ ഭാര്യയ്ക്ക് വരാൻ പോവുക. എന്റെ മുൻഭാര്യ അയാളെ എന്നീന്ന് അകറ്റിയെന്ന് കരുതി ഞാൻ കെട്ടിയ താലിയൊന്നും അറുത്ത് മാറ്റിയിട്ടില്ല. ആ, പക്ഷേ ഏട്ടന്റെ കൈ കിടന്ന മോതിരം ഊരി അവൾക്ക് തിരിച്ചു കൊടുത്തല്ലോ. ആ, അങ്ങനെ കൊടുത്തെന്ന് കരുതി ഒരാണും പെണ്ണ് രണ്ടാകില്ലടി. ശരിക്കും പറഞ്ഞ താലിയും മോതിരവും ഒന്നല്ല, ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ. അത് മനസ്സുകൾ തമ്മിലുള്ള അടുപ്പാ. ഞങ്ങൾ അകന്നിരിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഈ ജനറേഷനിലുള്ള ചെറുപ്പക്കാരൻ തന്നെയാണോ ഏട്ടൻ? ഇത് പെണ്ണുങ്ങളെക്കാളും കഷ്ടം. ഹ, എന്റെ ഭാര്യ ഞാൻ സ്നേഹിക്കുന്നു പറയുന്നതില് എനിക്ക് അഭിമാനാടി. എന്നാലേ ഇതുപോലൊരു ചേട്ടൻ ഞങ്ങൾക്ക് അപമാനം. ഹ, എങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒന്ന് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നിനക്കറിയും പൊയ്ക്കൂടെ? ഞാനേ എന്റെ ഡ്യൂട്ടിയാ ചെയ്യുന്നേ, അമ്മ പറഞ്ഞ ഡ്യൂട്ടി. ഇനി ഒരു കാലത്തും ഏട്ടന്റെ ചങ്കായ മുൻ ഭാര്യയായിട്ട് ഏട്ടനെ ഒന്നിക്കാൻ ഞങ്ങള് സമ്മതിക്കില്ല. അതെ, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അവള് മുൻ ഭാര്യ തന്നെയാ. കോടി അടച്ച് പിണ്ടം വെച്ച പാഴ്. അവളുടെ അമ്മ നാളെ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ആ കാഴ്ച കാണുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. അവളുടെ അച്ഛനും നാത്തൂരും ഒപ്പം. അവളുടെ അമ്മയും അവളൊക്കെ എന്നെ ഒഴിവാക്കിയിട്ട് വേറൊരുത്തി കൊണ്ടുവന്നല്ലോ. അപ്പൊ ഇങ്ങനെ തന്നെ സംഭവിക്കണം. കയറി വന്നവള് തന്നെ അമ്മായിയമ്മയെ ജയിലിലാക്കണം. അവളും അവളുടെ അമ്മയും പേര് കള്ളികളായതുകൊണ്ട് ഇങ്ങനെ ഒരു ശിക്ഷ തന്നെ ഭാഗ്യലക്ഷ്മിക്ക് കിട്ടണം. ആ രീതിയിലേക്ക് വരാൻ എനിക്ക് ഇനിയും കഴിയും. അങ്ങനെ വന്ന ആ നയനെന്ന് പറയുന്നവളുണ്ടല്ലോ, അവൾക്ക് തിരിഞ്ഞു നോക്കാതെ ഓടേണ്ടി വരും. ദിയേ, നമ്മളെല്ലാരും ഒറ്റക്കെട്ടായി നിന്നാലുണ്ടല്ലോ അവൾക്ക് പത്തി താഴ്ത്തേണ്ടി വരും. അത് ഉറപ്പാ. ഈ വൈരാഗ്യത്തിനെ നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ താമസിക്കണം. നിങ്ങൾ ഇവിടെ താമസിക്കരുതെന്ന് പറയാൻ അവൾക്ക് എന്ത് അധികാരം ഉള്ളത്? വഴക്കും വക്കണം വേണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഇവിടുന്ന് അങ്ങ് പോയത്. അപ്പോഴെങ്കിലും അവളുടെ ദേഷ്യം കുറയല്ലോ കരുതി. ഇതിപ്പോ അമ്മ അവളെ തല്ലണമെന്ന് ആഗ്രഹിച്ചതുപോലെ ഉണ്ട്. അതവള് പറഞ്ഞു കഴിഞ്ഞല്ലോ. തല്ല് വാങ്ങണോന്ന് അവൾക്ക് ഉപദേശം കൊടുത്തത് നമ്മുടെ അച്ഛൻ തന്നെയാ. ചേച്ചി, ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്താ അമ്മ അകത്താവൂന്ന് അറിയാവുന്ന വക്കീലാണല്ലോ നമ്മുടെ അച്ഛൻ. അമ്മയ്ക്ക് വേണ്ടി എനിക്ക് കോടതിയിൽ ഹാജരാവണമെന്നുണ്ട്. അച്ഛനെതിരെ വാദിക്കണമെന്നുണ്ട്. ഇത് കോടതി വരെ കൊണ്ടുപോകാത്തത് മോളെ നല്ലത്. അതുപോലെ നിന്റെ പേരിൽ ഞാൻ ഓരോരോ കേസുകൾ ഇങ്ങനെ തള്ളി തള്ളി കയറ്റിക്കൊണ്ടിരിക്കും. സദാനന്ദനും കാർത്തിയൊക്കെ അതിനെനിക്ക് പരിപൂർണ പിന്തുണ തന്നിട്ടുണ്ട്. ഇനി നീ കുറച്ചു കാലത്തേക്ക് പുറം ലോകം കാണാൻ പോകുന്നില്ലടി. നിന്റെ ഈ അഹങ്കാരവും തന്റെ ഇടവും ശമിക്കുന്നത് വരെ. വരട്ടടി. Excuse me. ഈ ഫോട്ടോ എന്നും എന്റെ മൊബൈലിൽ കാണും, സ്ക്രീൻ സേവർ ആയിട്ട്, എന്റെ മരണം വരെ. ബൈ. ഛെ!
ഈ ഫോട്ടോ എന്നും എന്റെ മൊബൈലിൽ കാണും, സ്ക്രീൻ സേവർ ആയിട്ട്. അടുക്കരുത്. വേണ്ട മോളെ. അയ്യപ്പസ്വാമിയെ കണ്ടിട്ട് എല്ലാം കാൽക്കൽ സമർപ്പിച്ചിട്ടാ ഞാൻ മലയിറങ്ങിയത്. എന്നാ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ചിലര് വാശി പിടിച്ചാൽ ഞാനെന്ത് ചെയ്യും? ഭാര്യയും മക്കളെയും ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി എന്തും ചെയ്യുന്ന ഒരു വൃത്തികെട്ടവനാണ് ഇവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞ അവരെയൊക്കെ ഓർത്തിട്ടാ ഇയാളുടെ കഴുത്ത് ഞാൻ കണ്ടിക്കാത്തത്. പിന്നെ മോൾക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ചിലപ്പോ എന്നെപ്പറ്റി ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എന്റെ പേര് ബുള്ളറ്റ് ജഗൻ. അണ്ണന്റെ പേര് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ രീതി കൂടി ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നന്നായിരിക്കും. നിന്റെ കവിളിൽ ഒരു പാട് വീണു. അമ്മായിയമ്മ നിന്നെ ഒന്ന് തല്ലി. നിനക്ക് ശരിക്കുള്ള തല്ല് കിട്ടിയില്ല. സ്ത്രീകളെ തല്ലാൻ ശരിക്കും പറഞ്ഞ എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ തല്ലാനാണെങ്കിൽ ആദ്യം പൊട്ടിക്കേണ്ടത് നിന്റെ മൂത്ത നാത്തൂനുണ്ടല്ലോ ദീപ, ആ പാവം കൊച്ചിന്റെ അമ്മായിയമ്മയ്ക്കിട്ടാ. ഇവിടെ ഞാൻ നിന്നെ തോൽപ്പിക്കാനൊന്നും അല്ല വന്നത്. പക്ഷെ നാളെ കോടതിയില് സ്വന്തം ഭാര്യ തള്ളിക്കളഞ്ഞ ഭർത്താവ് ഭാര്യയ്ക്കെതിരെ കേസ് വാദിക്കാനായിട്ട് തയ്യാറെടുക്കുക. അങ്ങനെ വാദിച്ചിട്ട് നാളെ ആ പാവം അമ്മ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ആ കാഴ്ച കാണാൻ നീ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നാളെ ഇയാള് കോടതിയിൽ വാദിക്കാനും പോണില്ല. അതിനു മുമ്പ് അമ്മായി അച്ഛനെയും മരുമോളെയും ഒരുമിച്ച് മോളിലോട്ട് പറഞ്ഞു വിടാനാ ഞാൻ വന്നത്. കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഇന്നത്തോടെ രണ്ടുപേരും അവസാനിക്കും. ഭാര്യയ്ക്കും മക്കൾക്കും അച്ഛനെന്ന ഈ അവതാരത്തെ വേണ്ട. പിന്നെ അവരെയൊക്കെ ദ്രോഹിക്കാനായിട്ട് എന്തിനാ ഇങ്ങനെ ഒരു പാഴ്ജന്മം? എന്തിനാ ആ പാവപ്പെട്ട അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മരുമോള്? മരിക്കണോ ജീവിക്കണോ എന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ തീരുമാനിക്കും. ഞാൻ സമയം തരാം. എനിക്കൊരൊറ്റ വാക്കേ ഉള്ളൂ. അതൊരു വക്കീലായതുകൊണ്ട് തന്നെ ഇയാൾക്കത് നന്നായിട്ട് അറിയാം. ശരിക്കും ആലോചിച്ചോ. അമ്മയെ പോലീസുകാർ വിട്ടോടാ. അറിയില്ല. സ്വന്തം അമ്മ പോലീസ് സ്റ്റേഷനിൽ കിടക്കുമ്പോ അവരെ കുറിച്ച് മക്കൾ അന്വേഷിക്കില്ലടാ. അന്വേഷിച്ചായിരുന്നു. ഞാൻ സ്റ്റേഷനിൽ പോയി കണ്ടായിരുന്നു. എന്നിട്ട് ലോക്കപ്പിൽ കിടക്കാനും നാളെ കോടതി വഴി ജയിലിൽ പോകാനും പറഞ്ഞോ? അമ്മ പ്രസവിച്ച ആദ്യത്തെ മോൻ, 2 പെങ്ങന്മാരുടെ ഏട്ടൻ. അമ്മയാണെങ്കിലോ രാപകലില്ലാതെ ഓടി നടക്കുകയായിരുന്നു നിന്നെ ഒരു നിലയിലെത്തിക്കാൻ. അവസാനം നീ അവിടെ എത്തിയപ്പോ നിലയില്ലാ കയത്തിലേക്ക് ആ പാവം അമ്മയെ ചവിട്ടി താഴ്ത്തുക അല്ലടാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാടാ ചെയ്തത്? നിന്റെ കെട്ടിയോളോ? അങ്ങനെ അവള് നിന്റെ അമ്മയെ തൂത്തു തുടയ്ക്കുമ്പോ നിനക്കെന്താടാ കയ്യില്ലേ അവളുടെ കർണത്തടിക്കാൻ? നീ അങ്ങനെ അടി കൊടുത്തിട്ട് അവൾ ഇതുപോലെ നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഓടി വന്ന് എന്നോട് സഹായം ചോദിക്കാം. ഞാൻ അന്തസ്സായിട്ട് ഇപ്പൊ നിന്റെ അമ്മയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതുപോലെ നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. കേട്ടല്ലോ, അമ്മ പുറത്തിറങ്ങി. കേസ് കൊടുത്തവർ തന്നെ കേസ് ഇല്ലെന്ന് പറഞ്ഞു. താങ്ക്സ്. എന്തോന്ന്? എടാ, അവൻ നന്ദി പ്രകടിപ്പിച്ചതാ. സ്വന്തം അമ്മയോട് നന്ദിയില്ലാത്തവനാ നമ്മളോട് നന്ദി പറയുന്നു. അന്നാ ഇവനെ തൂക്കിയെടുത്ത് നിലത്തടിക്കട്ടെ. സ്വന്തം കുടുംബത്തോട് സ്നേഹമില്ലാത്ത നീ എങ്ങനെയാടാ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുന്നത്? ഇവൻ ചികിത്സിച്ചിട്ടേ അവരെ അറുത്ത് കാശ് വാങ്ങിക്കുമായിരിക്കും. നിന്റെ ഭാര്യയ്ക്കും അച്ഛനും കൊടുക്കേണ്ട താക്കീതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിന്നേക്കാളും വക്കീലിന് എന്നെ അറിയാം. എന്തായാലും മരുമോളോട് എന്റെ ബാക്കി ചരിത്രമൊക്കെ അയാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോ
നിനക്കറിയാവുന്ന കാര്യങ്ങളും കൂടെ നീ അവക്ക് പറഞ്ഞു കൊടുത്തേക്ക്. ശരീരം മുറിഞ്ഞാല് എല്ലാവരുടെ രക്തത്തിനും ഒറ്റ കളറാടാ. എന്നാ സ്വന്തം അമ്മയുടെയും സഹോദരിമാരുടെയും നെഞ്ചു മുറിയുമ്പോ രക്തബന്ധത്തിലുള്ളവര് കൂടപ്പിറപ്പുകള് അവരെ തള്ളിക്കളഞ്ഞ അവര് പിന്നെ മരിക്കുന്നതാണോ നല്ലത്? നിന്റെ ഭാര്യയെ നീ നിലക്കിർത്തിയില്ലെങ്കിലേ നിന്റെ ശവം ഞങ്ങൾ അവളെ കൊണ്ട് തീറ്റിക്കും. അത് കഴിഞ്ഞ് അവളെ ഞങ്ങൾ വലിച്ചു കീറും. ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ പറഞ്ഞാലും മനസ്സിലാവാത്ത ഇനമാണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടി. പിന്നെ ഇപ്പൊ നിൽക്കുന്നത് മനുഷ്യരൂപമുള്ള ഒരു ചെന്നായുടെ അടുത്താണല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ മോളെ, പണവും സ്വാധീനവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ ജീവിക്കണമെന്നുള്ള ആഗ്രഹവും. ഇത് രണ്ടും ഇല്ലാത്ത വെട്ടുപോത്തുകളാണ് ആ പോയത്. സത്യം പറയാലോ, നിന്റെ അമ്മായിയമ്മ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് ഇവനുള്ളതുകൊണ്ട് മാത്രം. ശബരിമല പോയെന്നോ സ്വഭാവം മാറിയെന്നൊക്കെ പറഞ്ഞു കേട്ടതുകൊണ്ട് ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് കരുതി. ഓ, എന്തായാലും അത് അമ്പേ പാളിപ്പോയി. ഇനി നമുക്ക് ഇവിടെ താമസിച്ചാൽ മതി, അങ്ങോട്ടൊന്നും പോകണ്ട. എങ്കിലും പോണെന്ന് തോന്നുമ്പോ ഞാൻ പോവും. എന്തിനാ പോന്നേ? ആരെ കാണാനാ? ഇനി അവിടെ പോയി വഴക്കുണ്ടാക്കിയാല് നിന്നെ എന്നെയൊക്കെ ഇപ്പൊ പുറത്തോട്ട് പോയമാര് വെട്ടി കണ്ടിക്കും. അത് മറക്കണ്ട. മോനെ, അമ്മായിയമ്മ മരിച്ചു എന്ന് സങ്കല്പിച്ച് ജീവിക്കാൻ നയനമോള്. അതുപോലെ തന്നെ എന്റെ കാര്യം. ഇനി കഷ്ടപ്പാടിന്റെ കണക്കും കൊണ്ടുവരുന്ന അമ്മയെ നീയും അരികിലേക്ക് വിളിക്കണ്ട. അവളെയും നിന്റെ പെങ്ങന്മാരെയും മറന്ന് ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ദിലി, ഇനി അവരെ സഹായിക്കാൻ എങ്ങനെ ശ്രമിച്ച എന്റെ സ്വഭാവം മാറും. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അവരുണ്ടാക്കിയ ഭക്ഷണത്തിൽ കുറച്ച് വിഷം കലക്കി ഒഴിച്ചാ മതിയായിരുന്നു, എല്ലാം തീർന്നേനെ. പിന്നെ കേസൊക്കെ എന്റെ അച്ഛൻ പൈസ വാരിയെറിഞ്ഞ് നന്നായി നടത്തിക്കോളും. പിന്നെ നമ്മളെ രക്ഷിക്കാൻ വക്കീലച്ഛനുണ്ടല്ലോ. എന്റെ അമ്മയും പെങ്ങന്മാരെ കൊല്ലുന്നതിനെ പറ്റിയാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ എനിക്കിപ്പോ ഒരു കുറ്റബോധവും ഇല്ല. ഈ കവിളത്തെ പാടുണ്ടല്ലോ, അതെന്റെ കവിളിന്ന് പോയാലും ഈ മനസ്സിന്ന് പോവില്ല ഈ ജന്മം. അച്ഛൻ വെറുതെ അവളെ തിളപ്പിക്കല്ലേ. ഞാൻ എല്ലാവരുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയ. നീ എന്തിനാടാ നട്ടം തിരിയുന്നത്? നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. അതായത് ഒഴിവാക്കേണ്ടവരെ എല്ലാം ഒഴിവാക്കാൻ നോക്ക്. ഇനി നിന്റെ ഭാവി ശോഭനമാകണമെങ്കിൽ നീ നയനമോളുടെ കൂടെ തന്നെ നിൽക്കണം. അച്ഛനമ്മമാരുടെ പാർട്ടൊക്കെ കഴിഞ്ഞടാ. ഇനിയിപ്പോ ലൈഫ് എന്ന് പറഞ്ഞാ അത് നിങ്ങൾക്കുള്ളതാ. അത് മാക്സിമം എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും കോടതിയിൽ നിന്ന് അമ്മയെ അച്ഛൻ ജയിലിലേക്ക് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അതൊരു കുറ്റബോധമായിട്ട് മനസ്സിൽ കിടന്നേനെ. എന്തായാലും തൽക്കാലം അതുണ്ടായില്ലല്ലോ, ഭാഗ്യം. വന്നോ? ഇതിനിടയ്ക്ക് നീ ഇതെവിടെ പോയതാ? എന്നെ ഒരാള് വിളിച്ചായിരുന്നു. അയ്യപ്പ സ്വാമിയെ കണ്ടിട്ട് വന്ന് മാലയൊക്കെ അയച്ച ഒരാള്. ഓ, ജഗനോ? ജഗനെ കണ്ടു മോളെ? അമ്മ പറഞ്ഞല്ലോ, അമ്മയുടെ മോന് അമ്മയോട് സ്നേഹം തോന്നിയിട്ട് അയാളുടെ ഭാര്യയെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചതാണെന്ന്. അതൊന്നും അല്ല നടന്നത്. ബുള്ളറ്റ് ജഗനെ അഡ്വക്കേറ്റ് വിജയകുമാറിന്റെ വീട്ടിൽ കയറി നയനെ ഭീഷണിപ്പെടുത്തി, നമ്മുടെ അച്ഛനെ. അങ്ങനെയാ അമ്മയെ വിട്ടയച്ചത്. ആ നയനെന്ന് പറയുന്നവളുടെ സ്വഭാവത്തിന് അവൾ അമ്മയെ ജയിലിൽ കയറ്റാതെ അടങ്ങത്തില്ലായിരുന്നു. ദിലീപേട്ടൻ പറഞ്ഞാലൊന്നും അവള് കേക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് അമ്മ പറഞ്ഞതൊക്കെ കേട്ടപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ജഗനെ പോലെ ഒരാളുള്ളത് നമ്മുടെ ഭാഗ്യതിയെ. അത് പറയാനുണ്ടോ? പക്ഷേ ഗുണ്ടായിസൊക്കെ അവസാനിപ്പിച്ച ആ ആള് വീണ്ടും ആ മാർഗത്തിലേക്ക് തിരിഞ്ഞു. എല്ലാ വർഷവും മല ചവിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്വഭാവം പാടെ മാറ്റാൻ പറ്റില്ലെന്നാ ഇപ്പൊ പറയുന്ന. അങ്ങനെ ചെയ്ത ബുള്ളറ്റ് ജഗനെ ഇപ്പൊ സ്നേഹിക്കുന്ന പലരും കരയുന്നത് കാണേണ്ടി വരുമെന്ന് നമ്മൾ ഉൾപ്പെടെ. എന്നാ പിന്നെ മോൾക്ക് ജഗനെ ഇങ്ങോട്ട് വിളിച്ചുകൂടായിരുന്നോ? അയാൾ ഇവിടെ വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതാ. ഇതുവരെ ആ ആഗ്രഹം മാത്രം നടന്നിട്ടില്ല. ഞാൻ വിളിച്ചു അമ്മേ, പക്ഷെ വരണ്ടേ? അത് പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കാം. നീ പറഞ്ഞ ശരിയാ മോളെ. നിങ്ങളുടെ ആങ്ങളെക്കാളും
ഇപ്പൊ നിങ്ങൾക്കൊക്കെ സഹായമായിട്ട് നിൽക്കുന്നത് ജഗന. അതിന്റെ നന്ദി സ്നേഹവും എല്ലാ കാലത്തും അയാളോടുണ്ടാവണം. സത്യം പറഞ്ഞ മനസ്സ് മുഴുവൻ ഒരു ആരാധന തോന്നുക ആ ചെറുപ്പക്കാരനോട്. ഹലോ, നീ എവിടെ ഉണ്ടാ? ഞാൻ പുറത്താ. മിക്കവാറും നിന്റെ നട്ടപ്പുറത്ത് ഒറ്റ ഇടിയുടെ ആവശ്യമുള്ളൂ നീ കമഴ്ന്ന് വിട്ട് ചാവാൻ. എന്താ ജഗ? എന്താന്ന് നിനക്ക് അറിയില്ലല്ലടാ. ആ വക്കീലിനെയും നയനെ എന്ന പെണ്ണിനെയും ഇളക്കി വിടുന്നത് നീയാണെന്ന് എനിക്കറിയാടാ. വക്കീലിനൊപ്പം നീയും നിന്റെ അച്ഛനും ചേർന്നിട്ടുണ്ടെന്നും അറിയാം. നിന്റെ കളി മതിയാക്കുന്നതാ നിനക്ക് നല്ലത്. മലയിറങ്ങി കഴിഞ്ഞിട്ടും മനസ്സൊരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് എനിക്ക് പിടികിട്ടി. അതുകൊണ്ട് ജഗൻ ഇനി പഴയ ജഗൻ തന്നെയായിരിക്കും. ഞാൻ മാറണമെങ്കിൽ നീയൊക്കെ ആദ്യം മാറണവിടാ. എനിക്ക് ഇതേ പറ്റിയൊന്നും അറിയില്ല ജഗ. എടാ, നിനക്കേ അറിയൂ. പിന്നെ നിന്റെ അച്ഛനും. നിന്നെ ജയിലിൽ കയറ്റിയത് ആ പാവം സ്ത്രീയാ. അതുകൊണ്ട് അവര് ജയിലിൽ കിടക്കുന്നത് നിനക്ക് കാണണം. അവരെ ആൾക്കാർ ജയിൽ പുള്ളി എന്ന് വിളിക്കുന്നത് നിനക്ക് കേൾക്കണം. എന്നാ നീ കേട്ടോ. അങ്ങനെ സംഭവിച്ചാലുണ്ടല്ലോ, നിന്റെ അച്ഛന്റെയും അമ്മയുടെ മുന്നിലിട്ട് നിന്റെ നട്ടപ്പുറം നോക്കി ഞാൻ ഒന്നേ ഇടിക്കൂ. അവിടെ നീ ചോര തുപ്പി തീരും. ഞാനൊരു മത്സരത്തിനില്ല ജഗ. നീ മത്സരിച്ചോടാ. നിന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നീ മത്സരിച്ചോ. പിടിച്ചു നിൽക്കാനുള്ള ആവത് നിനക്ക് വേണം. പിന്നെ നിന്റെ ആയുസിന് വേണ്ടി നീ പ്രാർത്ഥിച്ചോടാ. നേരിൽ കണ്ട് മുട്ടുമടക്കി ഒന്ന് കൊടുക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ അവനെയും അവന്റെ അച്ഛനെയും മാത്രമല്ല, ആ വക്കീലിനെയും ആദ്യം തല്ലണം. എന്നെ ഈ നയനെന്ന് പറഞ്ഞവളെ വളർത്തി വഷളാക്കിയ അവളുടെ അച്ഛനും അമ്മയെല്ലാം കെട്ടിയിട്ട് അവരെ തേരണ്ടി വാലിനടിക്കണം. അണ്ണം പറഞ്ഞാ മതി. വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ദിയയുടെ അമ്മയൊന്ന് ലോക്കപ്പിൽ കിടന്നു. അവരുടെ ദേഹത്ത് പോലീസുകാർ കൈയൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ വച്ചിരുന്നെങ്കിൽ ആ കൈ കൊണ്ട് അവനായാലും അവളായാലും കുറെ നാളെ ജോലിയൊന്നും ചെയ്യില്ലായിരുന്നു. ഇനി ആരെയും തല്ലത്തില്ലായിരുന്നു. ആ നയന എന്ന് പറഞ്ഞവളെ ഇത്ര ശിക്ഷിച്ചാ മതിയണ്ണ. തൽക്കാലം ഭയന്നിട്ടുണ്ട് അവളും ആ വക്കീലും. ദിയയോടും അവളുടെ കുടുംബത്തോടും കളിക്കുന്നത് അത്ര പന്തിയില്ലെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങേര് ചെയ്യോ? എനിക്കിട്ട് ആരെങ്കിലും രണ്ടെണ്ണം പൊട്ടിക്കുന്നത് അങ്ങേർക്ക് സന്തോഷമല്ലേ? അവനോട് ഞാൻ കല്യാണത്തെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വാശിക്ക് ഉറപ്പായിട്ടും അവന്റെ കെട്ട് ഞാൻ നടത്തിയിരിക്കും. ആ, നടത്തണം അമ്മേ. ഈ രചന എന്ന് പറയുന്നവള് വാശിയോടെ എന്നോട് പറഞ്ഞത് ദീപയല്ലാതെ മറ്റൊരു പെൺകുട്ടി ജയേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന്. ആഹാ, അത് അവളാണോ തീരുമാനിക്കുന്നത്? ഞാനൊന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം അമ്മേ. നമ്മൾ അറിയാതെ ഇവിടെ പലതും നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ജയിലിൽ കിടക്കേണ്ടവളെ രക്ഷിച്ചില്ലേ ഒരുത്തൻ? അവനൊക്കെ വലിയ ഭീഷണിയാ. ഈ നാട്ടിലെ ദാദാമാരാ. ഒരു ദാദാമാരെ എനിക്ക് പേടിയില്ല മോളെ. അവനൊന്നും വിചാരിച്ച എന്റെ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ദീപയെ ഞാൻ തള്ളിക്കളഞ്ഞു. ഇനി ജീവിതകാലം മുഴുവൻ ദീപ അവനോടൊപ്പം ഉണ്ടാവില്ല. പിന്നെ അവന്റെ രണ്ടാം കെട്ട് നടക്കുന്നതിനിടയ്ക്ക് നിന്റെ ഡ്യൂട്ടി നീ കൃത്യമായിട്ട് ചെയ്തോളണം. ഏതു നേരം അവന്റെ പിന്നാലെ ഉണ്ടാവണം. അവനെ ആര് വിളിച്ചാലും അതാരാണെന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ ലാൻഡ് ഫോണൊക്കെ കട്ട് ചെയ്തല്ലോ. പിന്നെ മൊബൈൽ ഉപയോഗിക്കാൻ നിവർത്തിയില്ല. ഇനിയിപ്പൊ കസ്റ്റമേഴ്സ് ആരെങ്കിലും വിളിച്ചാ ഞാൻ ആ ഫോൺ കൊണ്ടുപോയി കൊടുക്കുന്നത്. അങ്ങനെ തന്നെ വേണം. പിന്നെ വഴിയെ പോയ നായ്ക്കളൊക്കെ ഇതിനകത്ത് കയറി കുറച്ചിട്ട് പോയെന്ന് വരും. അതൊന്നും നമ്മള് കാര്യമാക്കി എടുക്കണ്ട. ഈ രചന എന്ന് പറയുന്നവളും ആ ദിയ എന്ന് പറയുന്നവളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അത് അവളുമാരുടെ ദേഷ്യം തീർക്കാനാ. മോൾ ഏതായാലും ഒരു ഇരുമ്പ് വടി ഇവിടെ കരുതി വെച്ചോളണം. അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ തല്ലി ഓടിക്കണം അവളുമാരെയൊക്കെ. ആ,
അവരെയൊക്കെ അടിച്ചോടിക്കാം. പക്ഷെ ബുള്ളറ്റ് ജഗൻ വന്നാലോ? ഒരു തോക്ക് കയ്യിൽ കരുതുന്ന അമ്മയെ നല്ലത്. അവനെ പറ്റി ചില കഥകളൊക്കെ ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞായിരുന്നു. അവനെ ആളൊരു ഭയങ്കര സംഭവം. ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് പേരെ തല്ലുന്നവനാ. മോളെ, ശത്രുക്കള് വലിയ കരുത്തരാണെന്ന് നമ്മൾ കരുതുന്നത് തുടക്കത്തിലെ തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്റെ മോളെ, നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് നമ്മളുടെ ധൈര്യമാ. അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാലേ നമ്മൾ ഒറ്റത്തവണയെ മരിക്കൂ. അന്ന് തന്നെ ഞാൻ ജയന്റെ മുന്നിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ പോയി നിന്നില്ലേ? ആ സമയത്ത് അവനും അവന്റെ ചേട്ടനും കൂടി ഒരു തീരുമാനം എടുക്കുക. ദീപയെ വിട്ടുകളയാൻ പറ്റില്ല എന്ന് പറയുക. എങ്കിലേ അവിടെ നിന്റെ അമ്മയുടെ ശരീരം കത്തിച്ചേനെ. അവിടെ പിന്നെ രണ്ടാമതൊരു ചിന്തയൊന്നുമില്ല. അങ്ങനെ തന്നെ വേണം. എങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റൂ. അങ്ങനെ ചാരു പറഞ്ഞല്ലോ. ഈ സ്ഥാപനത്തിന്റെ MD നീയാ. അപ്പൊ നീ പറയുന്നതിന്റെ ശക്തി അവള് പറയുന്നതിനില്ല. അതുകൊണ്ട് വിലക്കേണ്ടവരെ ഒക്കെ നീ വിലക്കിയിരിക്കണം. കുറച്ചു ദിവസം കഴിയുമ്പോ അത് പറയാനൊരാള് വരും നിന്റെ ജീവിതത്തിലേക്ക്. അതുവരെ നീ വേണം എല്ലാത്തിനും മുൻകൈ എടുക്കാൻ. അല്ല, ആ രചന എന്ന് പറയുന്നവൾ എവിടെയാ താമസിക്കുന്നത്? അതെനിക്കറിയത്തില്ല. അമ്മ ഇനി അവളുടെ പിന്നാലെ പോയിട്ട് വെറുതെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അവൾ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ വീട് തെരഞ്ഞു പിടിച്ച് പോയിട്ട് അവളെ ഞാൻ വലിച്ചു കീറിയനെ. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെൺകുട്ടി അല്ല അവള്. അമ്മ വലിച്ചീറാൻ നിന്നാലേ അവള് നിന്നേരത്തൊന്നുമില്ല. എന്നാ പിന്നെ കാണാടാ. ഡാ, ജയിലിൽ കിടന്നപ്പോ എല്ലാം തികഞ്ഞവളുമാരെ ചവിട്ടി കൂട്ടിയവളായി ഞാൻ. പിന്നെ അല്ലേ ഈ നരുന്ത് പെണ്ണ്. അവളെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഞാൻ കാണട്ടെ. അന്ന് അവളുടെ അഹങ്കാരം ഞാൻ മാറ്റിക്കൊടുക്കും. ആ, എത്രയുണ്ടടാ നിന്റെ കയ്യില്? നിന്റെ കയ്യിൽ ഇപ്പൊ പൈസ എത്രയുണ്ടെന്ന്? ശരി, വേണ്ടാത്ത വർത്തമാനൊന്നും കേൾപ്പിക്കരുത് കേട്ടോ. എന്നെ ഇങ്ങോട്ട് വരുത്തരുതെന്ന്. അവൾക്ക് അവിടെ രണ്ടാമക്കളെ നഷ്ടപ്പെടും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മക്കളെ. ഒരു ചായ പോലും കുടിക്കാതെ പോവാണോ അച്ഛാ? വേണ്ട മോളെ, മനസ്സിനൊരു സുഖമില്ല. ശരി. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പാവപ്പെട്ട അച്ഛനാ. എന്നിട്ട് ആ അച്ഛനെ പോലെ ഉൾക്കൊള്ളാൻ ലാലേട്ടന്റെ അമ്മയ്ക്ക് പറ്റുന്നില്ലല്ലോ. അവരൊരു മനുഷ്യ സ്ത്രീ അല്ല ദീപേ. അവർ ഈ യുഗത്തിൽ ജീവിച്ചിരിക്കേണ്ടവരെ അല്ല. തലവഴി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചപ്പോഴാ ലാലേട്ടൻ അമ്മയ്ക്കൊപ്പം പോയത്. അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് ഇനി ലാലേട്ടനോട് വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പറയുമായിരിക്കോ? അങ്ങനെ പറഞ്ഞാലും ശരി, അത് ചേച്ചിയുടെ ലാലേട്ടൻ കേൾക്കാൻ പോകുന്നില്ല. ഇത്രയും ദിവസത്തെ ജയലാൽ സാറുമായിട്ടുള്ള എന്റെ പരിചയം വെച്ചിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ ചേച്ചി പ്രാണനായി സ്നേഹിക്കുന്ന ആളാ. അങ്ങനെയുള്ള സാറ് പ്രാണം പോയാലും ചേച്ചി വിട്ടുകളയില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള ഭയം ഒന്നും വേണ്ട. നിങ്ങളെ ഇന്ന് ഞാൻ അയ്യോ കാണിച്ചു തരാം. അമ്മേ, അയ്യോ അമ്മേ, വേണ്ട വേണ്ട അമ്മേ, എന്റെ കയ്യത്ത് ഞാനിന്നൊരു തല്ലി വീണമ്മേ. ജയിലിലേക്ക് പോയാലും ശരി. വിടമ്മേ. ഇനി നാശം പിടിച്ചവനെ കാണാൻ പാടില്ല. നീ ഓടുന്നാക്ക് പണ്ട്. ആ, നിങ്ങളെ വിട്. വിട്. അമ്മേ, വിട്. വിട്. കൊല്ലും. അമ്മേ, വിടമ്മേ. എനിക്ക് ഇയാളെ കാണാൻ വിട്. വിട്. ഇതുപോലെ നിന്നെ ഞാൻ ഒടിച്ചു മടക്കി രണ്ടായിട്ട് ദൂരെയും കേട്ടോടി. എന്റെ നെഞ്ചിന് നേരെ തോക്ക് ചൂണ്ടിയാ പോലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. അത്രയുള്ളടി നീ. കണ്ടോ, ഇവന് പോലും സന്തോഷമായി. യാതൊരു ഉളുപ്പും കൂടാതെ മക്കളെയൊക്കെ സാരിത്തുമ്പി കെട്ടിയിടാൻ നോക്കുവാ നീ. ജയനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കാൻ നോക്കാ നീ, അല്ലേടി? ഓ, അതറിഞ്ഞിട്ടാണല്ലേ വരവ്? അതേടി, നിന്റെ അമ്മ ഈ ജന്മം മുഴുവൻ നോക്കിയാലും അങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാലും ശരി, കല്യാണത്തിന്റെ തലേ ദിവസം പെണ്ണിന്റെ അമ്മായിയമ്മ മരിക്കും. ഇവളെ ഞാൻ കൊല്ലും. അത് പറയാനാ ഞാൻ വന്നത്.
അമ്മാവനിപ്പോ ഒരാണായി. അയ്യോ, ബുള്ളറ്റിന് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ലേ? ഞാനെന്തിനാ പേടിക്കുന്നത്? അല്ല, ചുറ്റിനും ശത്രുക്കളാണല്ലോ. അവരെല്ലാം കൂട്ടത്തോടെ വന്നാ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ പാടായിരിക്കില്ലേ? ഹേയ്, ഒരു പാടുമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ. പിന്നെ നമ്മൾ അതേപ്പറ്റി ഓർത്ത് ഭയന്നാലുണ്ടല്ലോ, നമ്മുടെ ആയുസിന്റെ നീളം കുറയത്തേ ഉള്ളൂ. ജീവിതത്തില് ഇന്ന് വരെ ബുള്ളറ്റ് പേടിച്ചിട്ടില്ലേ? ഞാൻ ഭയന്നത് എന്റെ അച്ഛനെ കൺമുമ്പിലിട്ട് വെട്ടിക്കൊല്ലുന്നത് കണ്ടപ്പോഴാണ്. അത് കുറച്ചുനാൾ അങ്ങനെ മനസ്സിൽ കിടന്നു. പിന്നെ ആ മനസ്സ് പരുക്കനായത്. സത്യം പറയാലോ, ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുമെന്ന് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കരുതിയതല്ല. പരിചയപ്പെട്ടത് ഒരു തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. ഗുണ്ടയുടെ പിന്നാലെ നടക്കുന്നു, ഗുണ്ടയെ പ്രേമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രചാരണം ഉണ്ടിപ്പോ. എന്റെ അച്ഛനോ ആങ്ങളെയൊക്കെ തന്നെ അതിന് പിന്നില്. എന്നാ അതൊരു അഭിമാനമായിട്ടാ ഞാനിപ്പോ കാണുന്നത്. സത്യസന്ധയായ ഒരു വില്ലേജ് ഓഫീസറുടെ മകളാണ് ദിയ. അപ്പോ അങ്ങനെ ഒരു മേൽവിലാസം ഉണ്ടാക്കുന്നത് നല്ലതാണോ? ആ വില്ലേജ് ഓഫീസർ ആദ്യമൊക്കെ എന്നെ വിലക്കിയിരുന്നു. എന്നാ ഇപ്പോ എന്നെ പോലെ തന്നെ എന്റെ അമ്മയ്ക്കും ബുള്ളറ്റിനെ ഇഷ്ടാ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു കുടുംബത്തോട് എനിക്ക് ഇത്ര അടുപ്പം ഉണ്ടാവുന്നത്. ഞാൻ ഇത്രയൊക്കെ അവരെ സ്നേഹിക്കുന്നത്. അന്ന് ജീപ്പ് തട്ടിയ ശേഷം ശരീരവാസകളും മുറിവുമായിട്ട് ബുള്ളറ്റ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ അനുഭവിച്ച വേദന എത്രയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ തന്നെ ഓർത്ത് ഏറ്റവും കൂടുതൽ വേദനിച്ചപ്പോഴാണെന്നറിയോ? പെട്ടെന്ന് എല്ലാം അവസാനിപ്പിച്ച് നല്ല മാർഗത്തിലേക്ക് വരാൻ പറ്റില്ലെന്ന് ബുള്ളറ്റ് പറഞ്ഞിരിക്കുക. നിനക്ക് ഈ ബുള്ളറ്റ് എന്നുള്ള വിളിയൊന്ന് അവസാനിപ്പിച്ചൂടെ? ഞാൻ പറഞ്ഞല്ലോ അമ്മ, ഇപ്പൊ അങ്ങനെ വിളിക്കുന്നതാ ബുള്ളറ്റിനും ഇഷ്ടം. ജഗനെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ? പിന്നെ വിളിക്കാതെ വരാന്ന് പറയുന്നതല്ലാതെ വ്യക്തമായ ഒരു മറുപടി തരുന്നില്ല. എന്റെ കയ്യില് പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ പുറത്തു കൊണ്ടുപോയി ഒരു പാർട്ടി നടത്തിയേനെ. ഇപ്പൊ പാർട്ടി നടത്തുന്ന ആളിനും കൂടി ബുള്ളറ്റ് പൈസ കൊടുക്കേണ്ടി വരും. ഏതായാലും മോളുടെ അച്ഛനുൾപ്പെടെ ഒന്ന് വിരണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഇനി വിരളാൻ പലരും ഉണ്ടമ്മേ. ലാലേട്ടന്റെ അമ്മയും പെങ്ങളും ഉൾപ്പെടെ പലരും. അതേപ്പറ്റിയൊക്കെ ജഗനോട് സംസാരിച്ചായിരുന്നോ? എല്ലാം സംസാരിച്ചു. എന്നിട്ടാ പറഞ്ഞത് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അടുത്തൊന്നും എനിക്ക് നല്ലവനാവാൻ പറ്റത്തില്ലാന്ന്. അറിഞ്ഞോ അറിയാതെയോ ചിലത് നമുക്ക് നഷ്ടപ്പെടുമ്പോ മറ്റു ചിലത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക മോളെ. രജനിയുടെയും ജഗന്റെയും ഒക്കെ വരവ് അങ്ങനെ തന്നെ ഞാൻ കാണുന്നേ. നേരത്തെ ഈ ഗുണ്ടായിസായിട്ട് നടക്കുന്നവനെയൊക്കെ എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. ഇപ്പൊ മനസ്സിലായി അവരിലും ഒരുപാട് നന്മയുള്ളവരുണ്ടെന്ന്. അതിന് അവാർഡ് കൊടുക്കണം, മികച്ച സഹനശേഷിക്കുള്ള. ഏതായാലും അങ്ങേരിറങ്ങി. ഇത്രയും കാലം അയാളുടെ വീട്ടിനകത്ത് ജയിൽ പുള്ളിയെ പോലെയല്ലേ കഴിഞ്ഞിരുന്നത്. എന്നാ പിന്നെ അവരെയും കൊന്ന് ജയിലിൽ പോയി കിടന്നാ പോരായിരുന്നോ? അങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്യാൻ അമ്മ അവന് തോന്നിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചോ, ദീപയെ കളഞ്ഞിട്ട് ജയലാൽ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല. എന്തായാലും അയാൾ അതിന് തയ്യാറാവില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ ഗതികേട് കൊണ്ട് ജയലാലിന് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നാൽ അവിടെ ജയലാലിനെ രക്ഷിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. നിനക്കറിയാലോ ദീപയും ജയലാലും തമ്മിലുള്ള കല്യാണ ദിവസം സംഭവിച്ചതൊക്കെ. ഒരു കാരണവശാലും താലികെട്ട് നടക്കില്ല എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നിട്ടെന്തേ മുഹൂർത്തം തെറ്റിയോ? ഇല്ല. അതൊക്കെ നിന്റെ അമ്മായിയോടൊന്ന് മനസ്സിൽ കുറിച്ചിട്ടേക്കാൻ പറഞ്ഞേക്ക്. ഓർമ്മയുണ്ടല്ലോ. ഹരിതേ, നോക്ക് ഹരിതേ, കൊറേ പെൺകുട്ടികളുടെ ഫോട്ടോസ് ഇതിലുണ്ട്. ഇതില് നിനക്ക് ആരെ ഇഷ്ടപ്പെട്ടെന്ന് നോക്കി പറഞ്ഞേ. കണ്ട, എന്തിനാ മാഡം? ഒന്ന് നോക്ക്, എന്നിട്ട് എന്തിനാന്ന് ഞാൻ പറയാം. ഇതിലെല്ലാവരും തരക്കേടില്ലാത്ത പെൺകുട്ടികളാ. എങ്കിൽ ഇതിൽ ആരാ എന്റെ ഏട്ടനുമായിട്ട് കൂടുതൽ ചേരുന്നത്?
സംശയിക്കണ്ട, എന്റെ ഏട്ടനെ കൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിപ്പിക്കാൻ അമ്മ തീരുമാനിച്ചു. ഇതിനകത്ത് ആരെങ്കിലും കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെ ജാതകം നോക്കി ആ ബന്ധം ഉറപ്പിക്കണമെന്നാ അമ്മ പറയുന്നത്. അല്ല, മാഡത്തിന്റെ ഏട്ടൻ അതിന് സമ്മതിക്കോ? ഏട്ടന്റെ സമ്മതമൊന്നും അമ്മ നോക്കാറില്ല. അമ്മ പറയും, ഏട്ടനനുസരിക്കും. അതാ ഞങ്ങളുടെ വീട്ടിലെ രീതി. അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറിന് സാറിന്റെ ഭാര്യ ജീവനാ. അതെ, അതുകൊണ്ട് അവൾ എന്റെ ഏട്ടന്റെ ജീവൻ എടുത്തോണ്ടിരിക്കുക. അവളുടെ ചരിത്രമൊക്കെ ഹരിതയ്ക്ക് വല്ലതും അറിയോ? എനിക്കങ്ങനെ അധികമൊന്നും അറിയില്ല. ഞാൻ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നല്ല സംസാരവും പെരുമാറ്റമൊക്കെ ആയിരുന്നു ദീപേച്ചി. ഈ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. അതെനിക്കിഷ്ടല്ല. അതുപോലെ തന്നെ ചേട്ടന്റെ മുന്നില് അവളെ പുകഴ്ത്തി ഒന്നും പറയരുത്. അല്ല, മാഡം ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവളുമായിട്ട് ഇനി ഒരിക്കലും എന്റെ ഏട്ടൻ ഒന്നിക്കാൻ പോകുന്നില്ല. അതൊരു വാശിയായിട്ട് എടുത്തിരിക്കുക ഞാനും എന്റെ അമ്മയൊക്കെ. പിന്നെ രണ്ടാം കെട്ടിന്റെ കാര്യം, ദേ ഇപ്പൊ തന്നെ അവളെ വിട്ട് ചേട്ടൻ അമ്മയ്ക്കൊപ്പം വരില്ലെന്നാ എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് നിഷ്പ്രയാസം അമ്മ ചേട്ടനെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? അതുപോലെ തന്നെ ഇതും നടക്കും. അമ്മ പറഞ്ഞു ചേട്ടനെ ഫോട്ടോ കാണിക്കാൻ. പക്ഷെ ചേട്ടന് ഒരു ഫോട്ടോയും നോക്കിയില്ല. ഇനിയിപ്പോ അമ്മയ്ക്കിതിൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ട അതങ്ങ് നടക്കും. അതുവരെ ദീപ എന്ന രാക്ഷസി ഏട്ടന്റെ മനസ്സിലുണ്ടാവും. അല്ല, ഇതിനകത്ത് ഒരാളെ ഹരിത ഏട്ടന് വേണ്ടി സെലക്ട് ചെയ്തില്ലല്ലോ. ഒന്നുകൂടെ നോക്കിയേ. ദീപേച്ചിയോളം ഭംഗിയുള്ള ഒരുത്തി പോലും ഇതിനകത്തില്ല. അല്ല, ഹരിത എന്ത് പറയുന്നു? അല്ല, ഇതിനകത്ത് സാറിന് ചേരുന്ന ആരെയും ഞാൻ കണ്ടില്ല. ഉറപ്പാണോ? എനിക്കങ്ങനെ തോന്നുന്നു. ഇതിനകത്തുള്ള എല്ലാവരും ദീപ എന്ന് പറയുന്നവളെക്കാളും സുന്ദരികളാ. എന്താ അല്ലേ? ദേ, അല്ലാന്ന് പറഞ്ഞോ ഈ അഹങ്കാരി ചിലപ്പോ എന്നെ ഇവിടുന്ന് പുറത്താക്കും. അല്ലേ? ആ ആ, ഒന്ന് രണ്ട് പേര് ദീപേച്ചേക്കാളും കൊള്ളാം. ആ, എന്റെ അത്രയും സൗന്ദര്യമൊന്നും ആർക്കും ഇല്ല. പക്ഷെ എന്റെ നോട്ടത്തിൽ ഇതിനകത്തുള്ള എല്ലാവരും അവളെക്കാളും ചന്തമുള്ളവരാ. അവള് പുറമെ കുറച്ച് വെളുപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഉള്ളുണ്ടല്ലോ അത് ഭയങ്കര കറുപ്പാ. അത് വെച്ച് എന്റെ ഏട്ടനെ മൊത്തത്തിൽ സ്വന്തമാക്കാനായിരുന്നു അവളുടെ പ്ലാൻ. എന്നാൽ അതെ, മുളയിലേ നുള്ളി. ഇനി അത് വീണ്ടും പൊട്ടി മുളയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശരിയെന്നാ. അനിയന്റെ ചേട്ടന്റെ കണ്ണിലെ അവള് ചിലപ്പോ പാവമായിരിക്കും. പക്ഷെ ഞങ്ങളുടെയൊക്കെ മുന്നിലെ അവള് വെറും പാഴ. ആ പേര് യോജിക്കുന്നത് നിനക്കും നിന്റെ ചേച്ചിക്കുവാ. ദീപയുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കും നിന്റെ ചേച്ചിക്കുമില്ല. വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ അമ്മയ്ക്കുമില്ല. സംസാരിച്ച് സംസാരിച്ച് എന്റെ അമ്മയെ കൊച്ചാക്കരുത് കേട്ടോ. എന്തിനാ കൊച്ചാക്കുന്നത്? മക്കളെ വളർത്തിയിട്ട് അവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു അമ്മയെ മക്കൾക്ക് അധികമൊന്നും സ്നേഹിക്കാൻ പറ്റത്തില്ല. എന്നിട്ടും അവൻ ഓടി നടന്നു അമ്മയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി. ഞാനും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. നല്ല വക്കീലിനെ വെച്ചിട്ടാ പുറത്തു കൊണ്ടുവന്നത്. അതിനുള്ള പ്രതിഫലമാണ് നമ്മുടെ അമ്മ ഇപ്പൊ അവന് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇയാൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ദീപ ആ വഴി തെറ്റി നടന്നവള് ഇനി ജേട്ടന്റെ ജീവിതത്തിലേക്ക് വരില്ല. എന്നാ നീ കേട്ടോ, ദീപയല്ലാതെ മറ്റൊരു പെൺകുട്ടിയും ജയന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. വാശിയാണോ? ആ, വാശി തന്നെ. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, നീ കാർത്തി എന്ന പയ്യനെ കെട്ടുന്നതും നീ സ്വയം കഴുത്തറക്കുന്നതും ഒരുപോലെയാ. നിനക്ക് നല്ല നല്ല ബന്ധങ്ങൾ ഞാനും ജയനും കൂടി കണ്ടെത്തി തരാം. നീ മരുമകളായി കയറി ചെല്ലുന്ന വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുമെങ്കിൽ. എനിക്ക് നിങ്ങൾ ആരും ബന്ധം ആലോചിക്കണ്ട. എനിക്ക് വേണ്ട പയ്യനെ ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്റെ അമ്മയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് കാർത്തിയെ തന്നെ ഞാൻ വിവാഹം കഴിക്കും. അതിനെന്റെ മൂത്ത ചേട്ടൻ വരണമെന്നില്ല. നിങ്ങളെ ഞാൻ വിളിക്കാനും പോകുന്നില്ല. അയ്യോ, നീ എന്നെ വിളിക്കണ്ട. പക്ഷേ നീ എന്നെ വിളിക്കും. അവനൊപ്പം ജീവിച്ചു മതിയാവുമ്പോ, അവന്റെ വീട്ടിൽ കിടന്ന് നട്ടം തിരിയുമ്പോ. എല്ലാവരുമേ നമ്മുടെ അച്ഛനെ പോലെയാണെന്ന് കരുതരുത്. ഭാര്യമാരുടെ മുന്നിൽ നട്ടല് വളച്ച് നിൽക്കുമെന്നും കരുതരുത്. എന്തായാലും ജയന്റെ ജീവിതം കശക്കേറിയാൽ ഞാൻ സമ്മതിക്കില്ല. ധൈര്യമായിട്ട് ഭാര്യയും വിളിച്ചോണ്ട് പുറത്തൊക്കെ ചുറ്റിക്കോ. പോകാനുള്ളിടത്തൊക്കെ പൊയ്ക്കോ.
ആരുടെയും യാതൊരു ശല്യവും നിങ്ങൾക്കുണ്ടാവില്ല. ചാരു ഇവിടെ ഉണ്ട്. ഒരു ചാരുവില്ല. ചാരു ഇവിടെയാ. അവിടെയോ? ആ, ഒരു 3 മണി സമയത്തൊക്കെ എല്ലാവരും നല്ല ഉറക്കമായിരിക്കുമല്ലോ. എന്നാൽ ആ സമയത്ത് ഞാൻ ഉറങ്ങിയില്ല. ഞാനും കറണ്ടും. ഞങ്ങൾ അവിടെ വന്ന് ഉറക്കത്തിൽ കിടന്ന് തന്റെ പെങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. ഞങ്ങളോടൊന്നും തോന്നരുത്. ജയലാലിന്റെയും ദീപിയുടെയൊക്കെ ശ്വാസം മുട്ടൽ കണ്ടപ്പോ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് തോന്നി. ഇന്നിനി വൈകുന്നേരം തന്റെ പെങ്ങളെ ഞാൻ അങ്ങോട്ട് വിടൂ. എന്റെ അരികിൽ അവൾ ഇരിക്കുന്നതിൽ തനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ലല്ലോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ കുറച്ച് സാഹസമാണ് കാണിച്ചത്. എന്നാലും ചില സമയത്ത് അങ്ങനെ വേണ്ടി വരും ജയലാലെ. നിങ്ങൾക്ക് തമ്മിൽ കാണാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സൊന്ന് തണുക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഷോറൂമിലേക്കൊന്നും പോകണ്ട. രണ്ടാളും എവിടെയെങ്കിലും പോയി അടിച്ചു പൊളിച്ച് തകർക്ക്. അല്ല, അമ്മ ഇതറിഞ്ഞു കഴിഞ്ഞാ? എന്തായാലും തന്റെ പെങ്ങളിത് അറിയത്തില്ല. അറിയാനുള്ള അവസരം ഞാൻ കൊടുക്കില്ല ജയലാലെ. പിന്നെ ഇവിടുന്ന് പോയ ശേഷം അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതായാലും കാര്യം നടക്കട്ടെ. താൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി പോവാൻ നോക്ക്. ശരി. നിനക്ക് എന്തിന്റെ കേടാടി? നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കുന്നത്? നിന്നെ പോലൊരു പെൺകുട്ടി തന്നെയാ ദീപിയും. നീ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് മൊത്തം ഒരു നല്ല കുടുംബജീവിതം വേണമെന്നല്ല ആഗ്രഹിക്കുന്നത്. പിന്നെ അതുപോലെ ദീപ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? ജയലാല് ചേട്ടന് ദീപ ചേച്ചി എന്ന് പറഞ്ഞാൽ ജീവനാ. പിന്നെ എന്തർത്ഥത്തിലാ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ നീ അകറ്റാൻ നോക്കുന്നത്? ജയിൽ പുള്ളിയായ അമ്മയ്ക്ക് മരുമോളെ ഒതുക്കാനൊക്കെ പറ്റുമായിരിക്കും. എന്നാൽ നിന്റെ അമ്മയെക്കാളും കൂടുതൽ കാലം ജയിലിൽ കിടന്നവനാ ഞാൻ. ഒരു സമയത്ത് ജയിലായിരുന്നു എന്റെ വീട്. അധിക സമയവും ഞാൻ അവിടെ തന്നെയായിരുന്നു. പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവരോടൊന്ന് പറഞ്ഞേക്കണം, ഒന്ന് പൊടിക്ക് ഒതുങ്ങി കഴിയാൻ. നിന്നോട് ആ പ്രേമനൊന്നും പറയാറില്ലേടി? ഇല്ല. ഒന്നും? ബുള്ളറ്റ് ഒന്നും കേൾക്കുന്ന അയാൾക്ക് പേടിയാ. ആ ബുള്ളറ്റാ ഈ ബുള്ളറ്റ്? അറിയില്ല. ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. ഭർത്താവിന് ഭാര്യയെ കാണാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത്. അത് ഒഴിവാക്കിയിട്ട് അവരൊന്നിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നതായിരിക്കും ബുദ്ധി. നിനക്ക് ഈ കത്തി കണ്ടപ്പോ തന്നെ വലിയ പേടിയാ. എന്ന് വെച്ചാ മരിക്കാൻ പേടിയുള്ള കൂട്ടത്തിലാ നീ. പിന്നെ അത് ചോദിച്ചു വാങ്ങണോ? എടീ, ജയലാലിനെ പോലെ ഒരു ആങ്ങളെ കിട്ടാൻ നീയൊക്കെ പുണ്യം ചെയ്യണം. അതുപോലെ ദീപയെ പോലെ ഒരു നാത്തൂനെ കിട്ടാനും. നിന്റെ വീട്ടിലേക്ക് വന്ന മൂത്ത മരുമോൾ ദീപയെ പോലെ ആയിരുന്നോ? അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള അടിയും വഴക്കും കൂടിക്കൂടി വന്നപ്പോഴല്ലേ അമ്മായിയമ്മ മരുമോളുടെ തലമുണ്ട അടിച്ചു പൊട്ടിച്ചത്. അവിടെ പിന്നെ എന്താ ഉണ്ടായത്? നിന്റെ അമ്മ നേരെ ജയിലിലേക്ക് പോയില്ലേ? ഇവിടെ ദീപ വിചാരിച്ചാലുണ്ടല്ലോ നിന്നെയും നിന്റെ അമ്മയൊക്കെ കോടതി കയറ്റാം. ഭർത്താവിനെ തടങ്കലിലാക്കിയതിന്റെ പേരിൽ കോടതിക്ക് മുന്നിൽ നിന്നെയൊക്കെ തൊലിയുരിക്കാം. എന്നാൽ ദീപയും ദീപയുടെ അമ്മയും അനിയത്തിയും ഒക്കെ മാന്യത ഒരുപാടുള്ള കൂട്ടത്തിലായതുകൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നത്. നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിന്റെ അമ്മ മാത്രമല്ല, വേറെ ഒരുത്തനും അതിന്റെ പിന്നിലുണ്ട്, ആ കാർത്തി. എടി, നിന്നെ അവൻ കെട്ടുന്നതിന് മുമ്പ് മിക്കവാറും അന്ന് അവനെ കൊത്തിയരിയും. അങ്ങനെ കൊത്തിയരിയേണ്ട കാര്യമൊന്നുമില്ലടാ. അവൻ ഇവളെ കെട്ടിക്കഴിഞ്ഞാലേ അവൻ തന്നെ ഇവളെ കൊത്തിയരിഞ്ഞോളൂ.